മാനം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന അഖണ്ഡ ഭാരത് എന്നുള്ള സങ്കല്പമാണ്. അപ്പൊ അതിന്റെ മുഴുവൻ തന്നെ പ്രാതിനിധ്യം ഉൾക്കൊള്ളുന്ന ഒരു പതാക എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ അത് കാവ്യ പതാകയാണ്, പണ്ട് മുതലേ ഉള്ളതാണ്. ഇത് വേറെ ആരെങ്കിലും സംഘപരിവാർ ആരെയും കണ്ടുപിടിച്ചൊന്നുമല്ല. അപ്പൊ ആ നിലയ്ക്കുള്ള ഒരു നമ്മൾ പാരമ്പര്യവും പൈതൃകവും ഒക്കെ ചരിത്രമൊക്കെ തന്നെ പ്രദർശിപ്പിക്കുന്ന ഒരു ഇതാണ് നമ്മളെ ഭഗവദ്ധ്വജം. അത് ഭാരതമാതാവിന്റെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അത് നഷ്ടപ്പെട്ട പിന്നെ വേറതില്ല. സമ്മർദ്ദം കൊണ്ട് മാറ്റേണ്ട ആവശ്യമില്ല, പരിപാടി മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ സമ്മർദ്ദം വന്നാലേ അത്രേ ഉള്ളൂ. ഭാരതമാതാവിനെ മാറ്റിയിട്ടുള്ളൊരു ചിന്തയില്ല. ഗവർണർ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ ഈ ചിത്രം ഇവിടെ ഉണ്ടാകും. അദ്ദേഹം മാറ്റിയ പിന്നെ പരിപാടി ഇല്ലല്ലോ, പിന്നെ ഗവർണർ വരേണ്ട ആവശ്യമില്ല. ഈ പ്രതിഷേധമൊക്കെ വെറുതെയാണ്, ആവശ്യമില്ലാത്ത തർക്കങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഇതൊരു തർക്കം ഉണ്ടാക്കുക എന്നുള്ള നിലയ്ക്കാണ് ഈ ഭാരതമാതാവ് എന്നുള്ളത്. മറ്റു പല സ്ഥലങ്ങളിലും ഇപ്പം മഹാത്മാഗാന്ധി അതേപോലെ ഇന്ദിരാഗാന്ധിയൊക്കെ ഭാരതമാതാ ക്ഷേത്രങ്ങൾ തന്നെ ഉദ്ഘാടനം ചെയ്തതിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാലോ. അപ്പോൾ ഭാരതമാതാവ് എന്നുള്ള സങ്കല്പം വലിയൊരു സങ്കല്പമാണ്, പ്രാചീന സങ്കല്പമാണ്. അതിപ്പോ ചില ആളുകൾ അതിനുവേണ്ടി എന്തൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഒരു സംസ്കാരം ഇല്ലാതാക്കാനുള്ള പരിശ്രമമൊക്കെ നടക്കുന്നുണ്ട്. വലിയൊരു ഗൂഢാലോചന ഉണ്ട് അതിന്റെ പിന്നിൽ. എന്താണെന്നുള്ള വിഷയമായിട്ടൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യണം. പരിപാടി ഇപ്പോൾ തിരുവനന്തപുരത്ത് പത്മനാഭന്റെ പേരിൽ നടക്കുന്ന ഒരു പരിപാടിയല്ലേ, അത് പൊളിക്കാനത്തെ അവസ്ഥയിൽ ആർക്കും സാധ്യമല്ല. ശരി, പൊളിക്കാൻ നോക്കുന്നവർ പൊളിയാന്നല്ലാതെ. കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിലാണ് ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്നത്. അതിൽ ഈ ചിത്രം മാറ്റുന്ന പ്രശ്നമേ ഇല്ല എന്ന് സംഘാടകർ പറയുന്ന സാഹചര്യമുണ്ട്. സംഘാടകരുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. പ്രോഗ്രാം വേണമെങ്കിൽ മാറ്റാം, പക്ഷേ ഭാരതാംബയുടെ ചിത്രം മാറ്റില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന ഈ ചടങ്ങ് പങ്കെടുക്കുന്നത് ഗവർണറാണ് എന്ന പ്രത്യേകതയുണ്ട്. കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിലാണ് പ്രോഗ്രാം നടക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. അരുൺ, പ്രതികരണം ഇതായിരുന്നു, അതായത് പ്രോഗ്രാം മാറ്റിവെക്കാൻ വേണമെങ്കിൽ, പക്ഷേ ഭാരതാംബയുടെ ചിത്രം മാറ്റില്ല. ആ സംഘാടകരുടെ പ്രതികരണത്തിൽ തന്നെ അതിൻ്റെ രാഷ്ട്രീയം പകൽ പോലെ വ്യക്തമാണ്. അത് ഭാരതാംബ ചിത്രമൊക്കെ മാറ്റാൻ പറയുന്നവരുടെ ലക്ഷ്യം ഇതാ. ഇപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ വേദിയുടെ മുൻനിരയിലൊക്കെ BJPയുടെ നേതാക്കൾ ആണ് ഇരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് വി രാജേഷിനെ പോലെയുള്ള നേതാക്കൾ, കൃഷ്ണദാസിനെ പോലെയുള്ള നേതാക്കളെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ ഈ സംഘാടകരുടെ ഒരു രാഷ്ട്രീയം ഏതാണ്ട് വ്യക്തമാണ്. തീർച്ചയായിട്ടും സംഘപരിവാർ അനുകൂല സംഘടനയുടെ ഒരു പരിപാടി തന്നെയാണിത്. പത്മനാഭ സേവാ സമിതി എന്ന പേരിലാണെന്ന് മാത്രം. അത് ഏതായാലും അത്തരമൊരു അവസരം, അതും സെനറ്റ് ഹാൾ തന്നെ, കേരള സർവകലാശാലയുടെ ആസ്ഥാനത്തുള്ള സെനറ്റ് ഹാൾ തന്നെ ഈ പരിപാടിക്ക് തെരഞ്ഞെടുത്തു. സെനറ്റ് സർവകലാശാലയുടെ ചാൻസലർ ഗവർണറാണ്. സ്വാഭാവികം അദ്ദേഹത്തിന്റെ അധീനതയുള്ള പ്രദേശമാണ്. അവിടെ ഒരു പക്ഷേ ഇത്തരം തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് അധികാരമുണ്ടോ തർക്കമൊക്കെ പിന്നീട് ഉണ്ടാകാം. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ ഈ ഒരു വേദിയിൽ ഇത്തരമൊരു പരിപാടി. നേരത്തെ നിരവധി പരിപാടികളിൽ ഗവർണർ പങ്കെടുത്തിരുന്നു. അവിടെയൊന്നും ഭാരതാംബയുടെ ചിത്രം ഒരു സംഘടനയും വച്ചിരുന്നില്ല. ഗവർണറുടെ പരിപാടികൾ രാജ്ഭവൻ നടക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുകയായിരുന്നു. പക്ഷെ അതിനപ്പുറം